രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റീ എൻട്രി അത് വളരെ കൃത്യമായ ഒരു സമയത്തുള്ള ഒരു ഓപ്പറേഷൻ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംശയിക്കുന്നുണ്ടോ? സംശയിക്കുന്നില്ല, സംശയങ്ങളൊന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ഒക്കെ ഉൾപ്പെടുന്ന ബ്രിഗേഡ് തീർച്ചയായിട്ടും അതിൻ്റെ UDFൻ്റെ വിജയത്തിന് കാര്യമായിട്ട് സംഭാവനകൾ ചെയ്യാൻ കഴിയും. ഒരു കളങ്കം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ കളങ്കത്തിൽ നിന്ന് പുറത്തു വരാൻ ഇപ്പോഴും കഴിയും. MLA സ്ഥാനം രാജിവെക്കാതെ തന്നെ പബ്ലിക് ഡൊമൈനിലുള്ള ഒരു ഓഡിയോ പീസാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയൊരു കളങ്കമായിട്ട് നിൽക്കുന്നത്. കേസുകളൊന്നുമില്ല, ഒരു FIR ഇല്ല. കേസുകളുള്ളവർ അസംബ്ലിയിലിരുന്ന് വിലസുന്നുണ്ട്, പൊതുസ്ഥലങ്ങളിലും വിലസുന്നുണ്ടല്ലോ, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടവരുമൊക്കെ, പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് സുതാര്യമായി പുറത്തു വരാൻ ഒരു തെറ്റെനിക്ക് പറ്റി, അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ജനങ്ങളോട് പറയണം. അല്ലെങ്കിൽ തൻ്റെ എല്ലാ ഓഡിയോ ഒന്ന് തെളിയിക്കണം. ദി ഓണേഴ്സ് ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദി MLA. തീർച്ചയായിട്ടും അങ്ങനെ പുറത്ത് വരാനുള്ള സമയമുണ്ട്. തീർച്ചയായിട്ടും അതിൽ കൂടി അദ്ദേഹം പുറത്തു വരണം. അതാണ് വിവേകം, അതാണ് പക്വത, സത്യസന്ധത. ആർജവം എന്ന് പറഞ്ഞാൽ സത്യസന്ധതയാണ്, ധൈര്യമല്ല. പലരും തെറ്റി ഉപയോഗിക്കുന്നുണ്ട്. ആർജവം ആ അർത്ഥത്തിലാണ്, സത്യസന്ധത എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുണ്ടാവണം. അത് കാണിക്കാനൊരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. അത് കഴിഞ്ഞാൽ അദ്ദേഹം ക്ലീനായി, വേറെ കംപ്ലയിൻ്റ് ഒന്നും നിലനിൽക്കുന്നില്ല, വേറെ കംപ്ലയിൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ പറയുന്നത് ജനറേഷൻ നെക്സ്റ്റാണ്. ജനറേഷൻ നെക്സ്റ്റിൻ്റെ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പഴയകാല തലമുറയുടേതുപോലല്ല. PT ചാക്കോ എന്ന് പറയുന്ന പീച്ചി ഡാമിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയ സമയത്ത് ഒരു പെൺ അതിലിരുന്നു എന്നതിൻ്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് മുഖ്യമന്ത്രി തന്നെ, അന്നത്തെ മുഖ്യമന്ത്രി R. ശങ്കർ അദ്ദേഹത്തെ പുറത്താക്കി. അതൊരു തരം സദാചാര പോലീസ് ചമയലാണ്. ആണും തമ്മിൽ പെണ്ണും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ വളരെ മുന്നോട്ട് നമ്മൾ പോയിരിക്കുന്നു. ആ ഒരു ഏജിലാണിത്. ഇപ്പോൾ തട്ടുകടകളിൽ നിന്ന് ചായ കുടിക്കുന്ന പബ്ബിൽ പെൺകുട്ടികൾ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. ക്ലാസ്സിലെ മിക്സഡ് ആവുന്നതിനെ എതിർത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് ആണും പെണ്ണും വേറെ വേറെ സ്കൂളുകളിൽ പഠിച്ചിരുന്ന കാലഘട്ടം, ഗേൾസ് സ്കൂൾ, ബോയ്സ് സ്കൂൾ. ഇന്നിപ്പോൾ ആണും പെണ്ണും ഒക്കെ അടുത്തടുത്തിരുന്നുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകളിൽ, ഒരേ ബെഞ്ചിലിരുന്നുകൊണ്ട് അടുത്തടുത്തിരുന്നുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം ബന്ധങ്ങളൊന്നും പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ കുറ്റമല്ലെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത് അദ്ദേഹം ഒരു ഗർഭം അലസിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള നിർബന്ധം ചെലുത്തി എന്നുള്ളതാണ്. ഗർഭചിത്രം തെറ്റല്ല, പക്ഷേ ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യുന്നത് അധാർമികമാണ്. തീർച്ചയായിട്ടും ആ തെറ്റ് അദ്ദേഹം ഏർത്ത് പറയണം. അല്ലെങ്കിൽ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ തെറ്റ് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കോൺഗ്രസ് വിജയിച്ചാൽ പിന്നെ അദ്ദേഹവും ഷാഫി പറമ്പിലും ഒക്കെ കൂടെ ചേർന്നുള്ള ആ ഒരു ബ്രിഗേഡിന് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു സിനർജി ഉണ്ട്. ആ സിനർജി കൊണ്ട് മാത്രമേ പിണറായി വിജയൻ ഉണ്ടാക്കുന്ന ഈ തരംഗത്തെ ഉണ്ടല്ലോ, ഏതൊരു അന്വേഷണത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ, ഏതൊരു യാത്രയെയും മുടക്കുന്ന ശക്തികളെ പോലും തുരത്താൻ ശക്തിയുള്ള ഒരു ശക്തി, ഒരു ആസുര ശക്തിയാണെങ്കിൽ ആ ശക്തി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് അദ്ദേഹം വീണ്ടും ഗൾഫിലേക്ക് പോവുകയാണ്. ആദ്യം ആ ഗൾഫിൻ്റെ വാതിലുകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അടച്ചിട്ട കേന്ദ്ര ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗൾഫ് പര്യടനം അദ്ദേഹം ആരംഭിക്കുകയാണ്. മറ്റന്നാൾ തൊട്ട് ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിക്കാനുള്ള സുവർണാവസരമാണ് അദ്ദേഹത്തിനത്. അത് സാധിക്കുകയും ചെയ്യും. അതാണ് കഴിവുറ്റ ആളാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധ സംശയമില്ല. ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നപ്പോൾ, സഹകരണ മന്ത്രിയായിരുന്നപ്പോഴെല്ലാം അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കാര്യത്തിലും അദ്ദേഹം തെളിയിക്കുന്നു. അദ്ദേഹം പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ, അതിപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം ഒരാളിനെ നേരിടണമെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ സർവ്വശക്തിയും സമാഹരിക്കണം. അവിടെ ഇതിനകത്തൊരു പടലപിണക്ക രാഷ്ട്രീയം ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുക. നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി എന്താ കാണിക്കുന്നത്? അതിനേക്കാൾ വലിയ തെറ്റ് വല്ലതും കാണിക്കുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ? നിങ്ങൾ സ്വയം ആത്മപരിശോധന നടത്തൂ. വോട്ട് ചോരി എന്ന് പറയുന്ന, അവർക്ക് വോട്ട് കൂട്ടാനുള്ള യാത്ര കഴിഞ്ഞിട്ട് അദ്ദേഹം എങ്ങോട്ടാണ് പോയത്? മലേഷ്യയിലേക്ക്. നമ്മൾ കണ്ടതല്ലേ. നിങ്ങൾ വേണമെങ്കിൽ പറയൂ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് പറയൂ. പറഞ്ഞില്ലല്ലോ ആരും. ഒരു പെൺകുട്ടിയെ വെച്ചുകൊണ്ട് ബൈക്ക് റൈഡിങ് നടത്തും. തെറ്റല്ല. എങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും നിങ്ങൾ തെറ്റുകാരനെന്ന് വിധിക്കരുത്. അതുപോലെ തന്നെ ഡ്രഗ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് കാർട്ടലിൻ്റെ തലസ്ഥാനമായ കൊളംബിയയിലേക്ക് അദ്ദേഹം പോയതിന് വേണ്ടിയാ? കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് അവിടെ രൂപീകരിക്കാനോ അതോ അവിടുത്തെ KPCCയുടെ യോഗത്തിൽ പങ്കെടുക്കാനോ? എന്തിനു വേണ്ടി പോയതാ? സമാധാനം പറയണം. ബ്ലിറ്റ്സിൽ വന്ന വാർത്ത നിങ്ങൾ ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരുണ്ടെന്നാണ് ആ പത്രം. ഇവിടുത്തെ ബ്ലിറ്റ്സ് അല്ല, അത് നിലച്ചുപോയി. ബംഗ്ലാദേശിൽ നിന്ന് ബ്ലിറ്റ്സ്
അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ നേതാവ് തന്നെ മാതൃക കാണിക്കുകയല്ലേ? അത്രയൊന്നും തെറ്റ് ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു സമാശ്വാസത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് ആ തെറ്റേറ്റു പറയുവാനുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ നിങ്ങളുടെ മുഖ്യധാരയിൽ കൊണ്ടുവന്നുകൊണ്ട് അല്ലാതെ ഈ ഫൈറ്റ് ജയിക്കാൻ പറ്റില്ല. ശക്തനായ ഒരു പോരാളി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭാവിയിലെ ഒരു പിണറായി വിജയനായി തീരാനും സാധ്യതയുള്ള ആൾ. അവിടെയാണ് ഈ പ്രശ്നം. ഇങ്ങനെയുള്ളവരെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഗതികളിലേക്ക് കോൺഗ്രസ് എത്തപ്പെടുന്നു എന്നുള്ളതാണ് മറുഭാഗത്ത് നിന്ന് വരപ്പെടുന്ന ആരോപണം എന്ന് പറയുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇയാൾ നമുക്ക് വെള്ളപൂശേണ്ട ആവശ്യമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ളപൂശേണ്ട അല്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയമല്ല, 2 or 3 പെൺകുട്ടികളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ കേസില്ല, അല്ലെങ്കിൽ FIR ഇട്ടിട്ടില്ല, ഒരു പരാതിയില്ല, അതൊക്കെ ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു മാതൃകയാകേണ്ട ആൾ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അവിടെ മാത്രമേ ഉള്ളൂ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫിറ്റ് ഫോർ ദി ജോബ്. അയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അയാൾ ഈ പണിക്ക് പറ്റിയ ആൾ തന്നെയാണ്, അതായത് രാഷ്ട്രീയത്തിന് പറ്റിയ ആൾ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ കൂടിയും ചിലപ്പോൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ മാതൃകളായി മാറുന്ന ബിംബങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ്, അയാൾ മാപ്പ് പറയട്ടെ, പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ പറ്റിയതിൽ എന്താണ് തെറ്റ്, ആ തെറ്റ് പറ്റിയതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ, സഞ്ചരിക്കാൻ എളുപ്പമാകുമെന്നാണ് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും എളുപ്പമാകും. ആ പെൺകുട്ടി മാപ്പ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് അത് കേസ് കൊടുക്കാതിരിക്കുന്നതിൻ്റെ തന്നെ അതൊന്നാണല്ലോ തെളിയിക്കുന്നത്. അദ്ദേഹം കുറ്റമേറ്റ് പറയണം, മാപ്പ് പറയണം. തന്നെയല്ല, ഇനിയുള്ള ജീവിതത്തിൽ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും ദോഷം ചെയ്തു. പെൺകുട്ടികൾ പ്രലോഭനം നടത്തിയാലും ആ തെറ്റിൽ വീഴാൻ പാടില്ല. കാരണം ഇപ്പോൾ മുള്ള ഇലയിൽ ചെന്ന് വീഴാനും ഇല മുള്ളിൽ ചെന്ന് വീഴാനും കുഴപ്പം ഇലയ്ക്കെന്ന് പറയുന്ന ഇലയുടെ സ്ഥാനത്താണ് ആണുങ്ങളുടെ സ്ഥിതി. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പൊതുജീവിതം നയിക്കുന്ന ആണുങ്ങളുടെ സ്ഥിതി. അതെ, കാരണം വളരെ പെട്ടെന്ന് ആണുങ്ങൾ പുരുഷന്മാർക്കെതിരെ നഷ്ടം ഉണ്ടാവുന്നത് രാഹുലിനാണ് നഷ്ടപ്പെട്ടു പോയത്. രാഹുലിന് വലിയ പദവികളിലേക്ക് എത്താൻ അദ്ദേഹം ശ്രദ്ധിക്കണം, അല്ലെ? അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്തായാലും ഇപ്പോ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്താൻ കഴിയാതെ പാലക്കാട് പോലൊരു ജില്ലയിൽ അദ്ദേഹം ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. മറ്റേ കോൺഗ്രസിലുള്ള നേതാക്കൾ പോലും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കോൺഗ്രസിന്റെയൊക്കെ മാനസികാവസ്ഥ എന്താണ്? ഈ കോൺഗ്രസിലുള്ളവരെല്ലാം പരിശുദ്ധരാണോ? അതെ അതെ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയുക, എത്ര പേരുണ്ട്? അതുകൊണ്ട് ഒരാളത്ത് നമുക്ക് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഒരുതരം തരംതാണ സമീപനമാണ് അല്ലേ? അങ്ങനെ അതും ഇത്രയും നാള് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കും, പോലീസുകാരുടെ തല്ല് വാങ്ങിക്കുകയൊക്കെ ചെയ്തൊരു നേതാവ് കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനൊന്നും നമുക്ക് തെറ്റൊന്നും പറയാനില്ല അതിനകത്ത്. പക്ഷേ ഇവിടുത്തെ എൻ്റെ പ്രശ്നം ഞാൻ പറയുന്നത്, താങ്കളീ പറഞ്ഞാലേ, ഇതിപ്പോ എന്തായാലും അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് ഇരിക്കുന്ന സ്ഥിതിക്ക് അതാണല്ലോ ഒരു പ്രതികരണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം അഡ്മിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് അഡ്മിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആ സ്ഥിതിക്ക് അദ്ദേഹം മാപ്പ് പറഞ്ഞ് മുന്നോട്ട് പറയണം. പിന്നൊന്ന് ഷാഫി പറമ്പിലിനെ തല്ലിയതാണ്. ഷാഫി പറമ്പിലിനെ തല്ലിയ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചുകൊണ്ട് മാങ്കൂട്ടത്തിലെത്തുന്നത്. മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണുകയും ചെയ്തു കഴിഞ്ഞു. പലപ്പോഴും പല നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമ്പോൾ കൈപോലും കൊടുക്കാതെ പോകുന്ന ഒരവസ്ഥ. കോൺഗ്രസ്സുകാരും ഇന്നലെ വരെ കൈകൊടുത്ത് തോളിൽ കൈയിട്ട് നടന്ന് ഉമ്മ വെച്ച് നടന്നവരാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നത്. അതെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടല്ലേ ഈ LDFിൻ്റെ അണികളടക്കം, സഖാക്കളടക്കം. അത് CPMലാണെങ്കിലും DYFലാണെങ്കിലും SFIലാണെങ്കിലും ഈ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഭയക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കോൺഗ്രസിനകത്ത് ഇത്രയും ജനകീയനായിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. ആ ഉമ്മൻചാണ്ടിയുടെ മരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്ര മണിക്കൂറുകൾ, 2 ദിവസം എടുത്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി വരെ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ജനങ്ങളുടെ കണ്ണീരും ജനങ്ങളുടെ പിന്തുണയും ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കലും ഒക്കെ ആയിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയപ്പെടുന്നത്, ഇത്രയും ജനകീയനായിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ആ ഉമ്മൻചാണ്ടിക്ക് ശേഷം ചിലപ്പോൾ കോൺഗ്രസ് ഇത്രയും ജനകീയനായ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന VD സതീശനോ അല്ലെങ്കിൽ സണ്ണി ജോസഫോ K സുധാകരനൊന്നല്ല, അത് ഷാഫി പറമ്പിലാണ്. ആ ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെക്കുകയല്ലേ ഇവർ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ജനകീയനായിട്ടുള്ള നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ. അതുപോലെ വളർന്നു വന്ന ഒരു നേതാവാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. പെട്ടെന്നാണ് അത് പഠിക്കൽ കൊണ്ടിട്ട് കുടമുടച്ചത്, സംശയമൊന്നുമില്ലാത്ത കാര്യം. ഇനി ഉമ്മൻചാണ്ടിയെ പറ്റിയും, ഉമ്മൻചാണ്ടി മാത്രമല്ല AK ആൻ്റണിയും വളരെ ത്യാഗനിർഭരമായിട്ടുള്ള ജീവിതമാണ് അവർ KSUവിലിരുന്നപ്പോഴേ നയിച്ചത്. അറിയാമോ, കേരളത്തിൽ യാത്ര ചെയ്യാൻ പൈസയില്ല. അങ്ങനെ വന്നപ്പോൾ ഏതോ ന്യൂസ് പേപ്പർ കൊണ്ടുപോയിട്ടുള്ള ഒരു വണ്ടിയിൽ കയറിയിട്ട് ആ ന്യൂസ് പേപ്പറുകൾ വിരിച്ച് അതിൻ്റെ പുറത്ത് കിടന്നിട്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്ത ആൾക്കാരാണിവർ. വണ്ടിക്കൂലിക്ക് കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ
അന്ന് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ പരമസുന്ദരനായിട്ടുള്ള ഒരാളാണ്. കെ ആന്റണിയും മോശമൊന്നുമല്ല. ഇവിടെ ഏറ്റവും നല്ല അധികം ക്ലൗട്ടുള്ള അതുപോലെ ക്ലാമറുമുള്ള നേതാക്കളാണ്. പക്ഷേ അവർ ഇന്നുവരെ ഒരു പെണ്ണിൻ്റെയും ആരോപണത്തിന് വിധേയമായി ഇത് ഗണേശന്റെ കേസിൽ പെട്ടപ്പോഴാണ്. അത് വേറൊരു കാര്യം, ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി ആയിരിക്കും, പക്ഷേ അവരുടെ യുവത്വത്തിൽ അല്ലാതെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം. ട്രെയിനിൽ വെച്ചിട്ടൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രായത്തിൽ അങ്ങനെ ഒരു ആരോപണം ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നും വന്നിട്ടില്ല. അത് എങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ട വീട്ടിൽ കയറി ഇരുന്നോണമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അവരെ നയിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും നയിച്ചിരുന്ന ഇവർ രണ്ട് നേതാക്കന്മാരുടെ പേരിലും വയലാർ രവിയുടെ പേരിൽ പോലും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട് അവരുടെ കാലഘട്ടത്തിൽ, അതൊക്കെ സംശുദ്ധമോ ആ രാഷ്ട്രീയം. അതെ, അതിൽ തന്നെയാണ് ഈ കേരള ജനത ജനകീയനായ നേതാവാക്കി മാറ്റിയത് ഉമ്മൻചാണ്ടി മാത്രമാണ്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ അത്രത്തോളം ജനകീയത ഉണ്ടെന്ന് തോന്നുന്നില്ല, എൻ്റെ അഭിപ്രായമാണ്. അതുപോലെയാണ് ഷാഫി പറമ്പിലും. അപ്പം ഷാഫി പറമ്പിലിനെ ഒതുക്കുക എന്നുള്ളത് LDFന്റെ ഒരു ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും അവരാഗ്രഹിക്കും. അതുകൊണ്ടാണല്ലോ കാഫിർ വിവാദം ഉണ്ടാക്കിയത്. വടകരയിൽ അദ്ദേഹം ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാഫിർ വർഗീയതയെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഭയക്കുന്നുണ്ടെന്നുള്ളതാണ്. ഭയം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഭയമല്ല, അദ്ദേഹത്തിൻ്റെ ജനപ്രിയതയെ ഭയക്കുന്നുണ്ടവർ, വല്ലാതെ ഭയക്കുന്നുണ്ട്. കാരണം ഈസ് എ ഗെയിം ചേഞ്ചർ. ഇപ്പോൾ ക്രിക്കറ്റ് ടീമിനാണെങ്കിലും അങ്ങനെ വരുമല്ലോ. നല്ല കരുത്തനായിട്ടുള്ളൊരു ബാളർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എതിർ ടീമിൻ്റെ വിക്കറ്റ്മാൻ വിറയ്ക്കും എന്നാണ് പറയുന്നത്, പേടിക്കും. ആ പേടി തന്നെ ഇറ്റ്സ് എ വാർ ഓഫ് നെർവ്സ്. അപ്പോൾ അത്തരം ഒരാൾ തന്നെയാണ് രാഷ്ട്രീയത്തിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ. അതെ, ഈ ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന ഒരു രീതി, ഒരു പുതിയ രീതിയുണ്ട്. ജനങ്ങളോട്, കൊച്ചുകുട്ടികളോടൊക്കെ ഇടപഴകുന്ന ഒരു രീതി. ചിലപ്പോൾ അതൊരു പുതിയൊരു ശൈലിയാണ്. ആ ശൈലിയിൽ അദ്ദേഹം മിടുക്കനാണ്. ആ ശൈലി ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. അത് അദ്ദേഹം പാലക്കാടും ഉപയോഗിച്ചിട്ടുണ്ട്, അത് വടകരയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ജനകീയത എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മണ്ഡലത്തിൽ സ്ഥിരമായി നിന്ന് അവിടെ നിന്ന് ജയിക്കുന്നതല്ല, അല്ലേ? അതിന് കേരളത്തിന്റെ എവിടെ നിന്നാലും ഷാഫിക്ക് അങ്ങനെ ഒരു പിന്തുണ ഉണ്ടാകുന്നുണ്ട്. ആ പിന്തുണ എന്ന് പറയപ്പെടുന്നതാണ് ഈ ഒരു പുതിയ ശൈലി രൂപീകരിക്കുക. ആ ശൈലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും പിന്തുണരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾ, ചില MLA-മാരൊക്കെ അത് പിന്തുണരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തന്നെയാണ് പിന്തുണർന്ന് വരുന്നത്. ഇത് ഒരു പുതിയ രീതിയാണ്. ഇതിനെയാണ് ഈ ജനങ്ങളോട് സംവദിക്കുന്ന രീതിയാണ് LDF ഭയക്കുന്നത്. കാരണം LDFന് അങ്ങനെ ജനങ്ങളോട് സംവദിക്കാൻ അറിയില്ലല്ലോ. LDFിൻ്റെ നേതാക്കൾക്ക് അല്ലെങ്കിൽ DYFയുടെ നേതാക്കൾക്ക് CPMന്റെ നേതാക്കൾ എന്ന് പറയപ്പെടുന്ന സംവദിക്കലല്ല, ആജ്ഞകളാണ്. നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറയുന്ന ആജ്ഞകളാണ്. അങ്ങനെ ജനങ്ങളോട് കാർക്കശ്യത്തോടുകൂടി അല്ല സമീപിക്കേണ്ടത് എന്ന് കൂടി ഇതിലൂടെ ഷാഫി കാണിക്കുന്നുണ്ട്. ആ ഷാഫിയാണ് ഇവർ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഭയക്കുന്നത്. അങ്ങനെ ഭയക്കുന്നത് ഭാവിയിൽ ഈ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്ന തരത്തിലേക്ക് ഇവർ എത്തുമെന്നുള്ള ഭയം കൊണ്ടാണോ, അതോ ഈ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പ്രകടനം, അതായത് ഷാഫി അടക്കമുള്ളവരുടെ ഒരു യൂത്ത് ബ്രിഗേഡ് ഉണ്ട്, ആ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രകടനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായാൽ ഇപ്പോൾ കരുതി വെച്ചിരിക്കുന്ന ഒരു ആത്മവിശ്വാസം CPMന് നഷ്ടമാകുമെന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതൊരു ഫാക്ടറാണ്. പിന്നെ ശബരിമലയിലെ കൊള്ള ഒരു ഫാക്ടറാണ്. അങ്ങനെ പല ഫാക്ടറുകളിൽ ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഒരു രക്തസാക്ഷിത്വം, ഒരു ബലിദാനത്വം പേരാമ്പ്രയിൽ കൈവരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ എല്ലൊടിഞ്ഞു, നിസ്സാര കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണത്, എല്ലൊടിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒന്ന് വരിച്ചിരിക്കുന്നു. ആ രക്തം വോട്ടുകളായിട്ട് മാറുമെന്നുള്ളത് അത് ചുവന്ന മഷിയല്ല. CPM പറയുന്ന പോലെ ചുവന്ന പേനയിൽ ചുവന്ന മഷിയല്ല അത് എന്നുള്ളത് വ്യക്തമാണ്. രക്തം തന്നെയാണ് അത്. അതിൽ നിന്ന് അത് ലക്ഷക്കണക്കിന് വോട്ടുകളായിട്ട് മാറും. കാരണം താങ്കൾ ഈ പറഞ്ഞ പോലെ ജനകീയനാണ്. പിന്നെ അദ്ദേഹം കാണിക്കുന്ന ഈ സ്നേഹപ്രകടനം എന്ന് പറയുന്നത് പ്രകടനമല്ല, അഭിനയവുമല്ല, അത് മലബാറിൻ്റെ മനസ്സാണ്. ശുദ്ധമായ മലബാറുകാരനാണ്. ആ ഒരു മനസ്സിനെയും സ്നേഹത്തെയുമാണ് മതത്തിലുള്ള കടും പിടുത്തം കൊണ്ട് മതമാണ് പ്രശ്നം എന്നുള്ള പറച്ചിലല്ല, ആ ഒരു വിശ്വാസം, മതത്തിനപ്പുറം മനുഷ്യത്വമില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് മലബാറിൻ്റെ മനസ്സിൽ നിന്ന് ആ പരിശുദ്ധമായിട്ടുള്ള സ്നേഹം തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് ചില ക്ഷുദ്രശക്തികൾ. ആ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഷാഫി പറമ്പിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മടങ്ങി വരവ് എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിൻ്റെയും മടങ്ങി വരാണ്. കാരണം ഷാഫി പറമ്പിലിനുണ്ടായ ചെറിയ ഒരു പോരായ്മ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഷാഫി പറമ്പിലാണ് രാഹുലിനെ അവിടെ എത്തിച്ചത്. അതിനുശേഷം ഈ വടകരയിലാണെങ്കിലും അദ്ദേഹം അതിനുശേഷം MP അവിടെ എത്തുമ്പോൾ ആ MP-ക്കെതിരെ ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തുറച്ചു നീക്കാൻ കഴിയും. ഈ ഒരു രക്തസാക്ഷി പരിവേഷം, കാരണം ഇങ്ങനെ അടികൊണ്ട് മൂക്കിലൂടെ ചോര ഒലിക്കുകയും ഒപ്പം തന്നെ മൂക്ക് പൊട്ടിപ്പോകുകയും ചെയ്യുന്നത് വീണ്ടും ഒരു കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യും, അല്ലേ? ഈ രാഹുലിൻ്റെ എൻട്രിയിൽ ഇനി എന്തായിരിക്കും മുമ്പിൽ നടക്കാൻ പോകുന്നത്? ഇനി കോൺഗ്രസിലേക്ക് ഒരു മടങ്ങി വരവാണോ? ഇതിൻ്റെ ഒരു എതിർപ്പും ഇല്ലല്ലോ. BJPയുടെ എതിർപ്പ് കെട്ടടങ്ങി. അല്ല, ഈ VD സതീശനൊക്കെ അതിനകത്തൊന്നും വല്ലാതെ നിശബ്ദനാണിപ്പോൾ. ഒരു എതിർപ്പും ഇനി ഉണ്ടാവില്ല. ഈ ജനകീയത അതിനൊരു എതിർപ്പുകൾക്ക് ഒരു തടസ്സമാണ്. വിഷയങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോയി.
ഇനി അതിന്റെ ഒരു ഫോളോ അപ്പ് പക്ഷെ ഉണ്ടാവില്ല. അന്ന് അവർ ഇങ്ങനെ എടുത്ത തീരുമാനം വളരെ കൃത്യമായിരുന്നു. തീർന്നു. അല്ല, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അതിന്റെ ഷെൽഫ് ലൈഫ് കഴിഞ്ഞു. ഇതിപ്പോ അന്ന് മീന്, പച്ച മീന്, ഇന്നിപ്പോ പുഴുത്ത മീനാ. ഇനി അതൊരു വിഷയമായി കൊണ്ടുവന്ന പറയുന്നവർ നാറും. അത്രേ ഉള്ളൂ. എന്തായാലും യൂത്ത് ബ്രിഗേഡ് വീണ്ടും കോൺഗ്രസിൽ സ്ഥാനമുറപ്പിക്കുകയാണ്. അവർ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഈ ഭരണമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുമെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.